നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. സ്തുത്യർഹമായ സേവനത്തിലൂടെ പെരിന്തൽമണ്ണക്കാരുടെ ഹൃദയം കവർന്ന കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ 3ാം വാർഷികാഘോഷം വിപുലമായി കൊണ്ടാടി. അങ്ങാടിപ്പുറം സാകേതം വൃദ്ധസദനത്തിലേക്ക് വാട്ടർ പ്യൂരിഫയർ കൈമാറി ജീവനക്കാർ വാർഷികാഘോഷങ്ങൾക്ക് സഹവർത്തിത്വത്തിന്റെ മാതൃക പകർന്നു. 2021 ജനുവരി 18-നാണ് പെരിന്തൽമണ്ണയിൽ കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് കർമ്മപഥം തുറന്നത്. 2024 ജനുവരി 18-ന് 3 വർഷം പൂർത്തിയാക്കി 4ാം വർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ വസ്ത്രവിപണന മേഖലയിലും ഹൈപ്പർ മാർക്കറ്റ് രംഗത്തും പകരം വയ്ക്കാനില്ലാത്ത വളർച്ചയുമായാണ് കല്യാൺ വിജയപ്രയാണം നടത്തുന്നത്. പെരിന്തൽമണ്ണ കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് വിപുലമായി നടന്ന വാർഷികാഘോഷ പരിപാടികൾ പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് വളരെ മാതൃകാപരമായിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫ് സംഘടിപ്പിച്ചത്. അവരുടെ വിഹിതത്തിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ച് പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ നൽകുകയുണ്ടായത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. കല്യാൺ സിൽക്സിലെ ഇത്തരം സ്റ്റാഫുകളെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കല്യാൺ സിൽക്സിൻ്റെ 3 വർഷം കഴിഞ്ഞ് 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പെരിന്തൽമണ്ണ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടാണ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇനിയും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ വെച്ച് അങ്ങാടിപ്പുറം സാകേതം വൃദ്ധാസദനത്തിലേക്ക് കല്യാൺ സിൽക്സിലെയും ഹൈപ്പർ മാർക്കറ്റിലെയും ജീവനക്കാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകുന്ന വാട്ടർ പ്യൂരിഫയർ നഗരസഭാ അധ്യക്ഷൻ കൈമാറി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബി രതീഷ്, സാകേതം ട്രസ്റ്റ് മാനേജർ ഭാസ്കരൻ എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. വാട്ടർ പ്യൂരിഫയർ നമ്മളെ വൃദ്ധസദനത്തേക്ക് തരാമെന്നും അത് ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുള്ള അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഈ കല്യാൺ സ്കിൽസിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷം. കാരണം ഇവരവിടെ വന്നിട്ട് എന്താണോ അവിടേക്ക് ആവശ്യം, പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് ഓരോ സ്ഥാപനങ്ങളും വ്യക്തികളും പല കാര്യങ്ങളായിട്ട് നമുക്ക് അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും അവിടുത്തെ അന്തേവാസികളായാലും അവിടെ സന്ദർശിക്കുന്നവരായാലും പറഞ്ഞു അവിടെ ഒരു വെള്ളം കൊടുക്കാനുള്ളൊരു സംവിധാനം ചെയ്താൽ വളരെ നന്നായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരത് തരികയും ഇന്നത്തെ ദിവസം ഈ ഒരു വാർഷിക ദിവസത്തിൽ അത് നമുക്ക് കൈമാറുകയും ചെയ്തതിൽ അതിയായ സന്തോഷവും നന്ദിയും കല്യാൺ സിൽക്സിനോട് രേഖപ്പെടുത്തുന്നു. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് GM സോണി, RM അജീഷ്, കല്യാൺ സിൽക്സ് RM രാജേഷ്, പെരിന്തൽമണ്ണ കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർമാരായ വിനോദ, സുനിൽ, ലിനോജ്, അഭിലാഷ് എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ വർഷവും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തവണയും അശരണരായവർക്ക് വാട്ടർ പ്യൂരിഫയർ നൽകിയതെന്ന് മാനേജർ വിനോദ പറഞ്ഞു. നമ്മൾ എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുണ്ട്. സ്റ്റാഫുകൾ സംസാരിച്ചപ്പോൾ നമുക്ക് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ എന്തെങ്കിലും പരിപാടി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളിവിടെ വൃദ്ധസദനത്തിൽ പോയി, സാങ്കേതം ഇവിടെ പൈലോങ്ങരയിലുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് പോയി സംസാരിച്ചു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനത്തിൽ വാട്ടർ പ്യൂരിഫയർ ആണ്. അപ്പോൾ അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 3ാം വർഷത്തോടനുബന്ധിച്ച്. 3ാം വാർഷികത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി മികച്ച ഓഫറുകളും കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജർ ലിനോജ്, സുനിൽകുമാർ എന്നിവർ പറയുന്നു. 3ാം വർഷത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി മൗലാന ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ആയിട്ട് അവരുടെ വക ഒരു മെഡിക്കൽ ചെക്കപ്പ്, ഫ്രീ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റാളുകളും ഇന്നിവിടെ ഒരുക്കിയിട്ടുണ്ട്. കല്യാൺ സിൽക്സിൻ്റെ ഇപ്പോൾ നമുക്ക് കോംബോ ഓഫർ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 1 മന്തായിട്ട് ഇപ്പോൾ കോംബോ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് നല്ലൊരു റെസ്പോൺസാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനിയും നമ്മൾ ഇതേപോലെ പുതിയ ഓഫറൊക്കെ ചെയ്തിട്ട് നമ്മളിത് വലിയൊരു വിജയമാക്കി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3 വർഷത്തെ കല്യാണിന്റെ സേവനത്തിൽ ഉപഭോക്താക്കളും സംതൃപ്തരാണ്. ഏകദേശം എല്ലാ പർച്ചേസിങ്ങും ഇവിടുന്ന് ചെയ്യാറ്. എൻ്റെ വെഡ്ഡിങ് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ഇവിടുന്ന് മന്ത്രകോടിയും സെക്കൻഡ് സാരി എല്ലാം വീട്ടിലെ റിലേറ്റീവ്സിനും എല്ലാം ഇവിടുന്ന് എടുത്ത് നല്ല കളക്ഷൻസാണ്. എപ്പോഴും ഇങ്ങോട്ടാണ് വരാറ്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ.